ദൈവമേ, കഴിഞ്ഞ വർഷം അനേകം നന്മകൾ തന്ന് ഞങ്ങളെ നടത്തിയതിനായി സ്തോത്രം. ഈ പുതിയ വർഷവും ഞങ്ങൾക്കുള്ള വിടുതലുകളും നന്മകളും തന്ന് ഓരോ ദിവസവും ഞങ്ങളെ കരുതിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. എവിടേക്കോ ഒതുങ്ങിപ്പോയ ചില തലമുറകളെ ഞങ്ങൾ കണ്ടു കർത്താവേ. 2024 അവർ ഒതുങ്ങിപ്പോയ വർഷമാണെങ്കിൽ ഈ വർഷം കർത്താവേ അവരതിൽ നിന്നെല്ലാം പുറത്തു വരുന്ന ദിവസങ്ങളായിരിക്കട്ടെ. പഠനത്തിൽ ഒതുങ്ങിപ്പോയത്, ജോലിയിൽ ഒതുങ്ങിപ്പോയത്, ഭാവി മേഖലയിൽ കർത്താവെ ഒതുങ്ങിപ്പോയതെല്ലാം പുറത്തു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരു മറയിൽ ആയിപ്പോയതുപോലെ ആ മറയെ നീക്കി പ്രാർത്ഥന നടക്കുമ്പോൾ തന്നെ അത് വെളിപ്പെട്ട് വരാനുണ്ട് കർത്താവ്. അവരുടെ വാഴ്ത്തത്വം വെളിപ്പെട്ട് വരാനുണ്ട്, അവരുടെ ഭാവി വെളിപ്പെട്ട് വരാനുണ്ട്, അവരുടെ ജോലി വെളിപ്പെട്ട് വരാനുണ്ട്. ഏതോ മറ അവരെ മറയ്ക്കുന്നുണ്ട്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ കുടുംബത്തെ മറയ്ക്കുന്ന മറകൾ അവിടെ നിന്ന് മാറട്ടെ കർത്താവെ. ആ ഒതുങ്ങിപ്പോയ അവസ്ഥ അങ്ങ് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതോ മാതാപിതാക്കൾ ഇങ്ങനെ കരയുന്നറിയോ, എൻ്റെ കുഞ്ഞിങ്ങനെ ആയിപ്പോയല്ലോ, ഞങ്ങളെ കുടുംബം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നോർത്തല്ല കണ്ണുനീരുകൾക്ക് വേഗത്തിൽ കർത്താവേ ഹല്ലേലൂയ ആ ഒരു വിടുതല തലമുറയിൽ കാണാൻ പോകുന്നതിനെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. ആരോഗ്യത്തിൽ ഒതുങ്ങിപ്പോയവർ പുറത്തു വരട്ടെ, സമ്പത്തിൽ ഒതുങ്ങിപ്പോയവർ പുറത്തു വരട്ടെ കർത്താവേ. അനേകം പ്രതികൂലങ്ങളാൽ ദേശത്ത് ഒതുങ്ങിപ്പോയ കുടുംബങ്ങൾ കർത്താവേ, സഭകൾ പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയിലൂടെ കർത്താവേ ഒതുങ്ങിപ്പോയവർ പുറത്തു വന്നു എന്ന് ഞങ്ങൾ കേൾക്കാൻ പോകുന്നതിനായി, നല്ല റിസൾട്ടുകൾ വരാൻ പോകുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ട ദൈവത്തിന് നന്ദി. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.